ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ചെറിയൊരു മിനി വ്ളോഗ് എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് ബീച്ചിലേറ്റം പോയതല്ലോ. ഒരു 2 മണി 3 സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പെരും മഴ പറഞ്ഞാൽ പെരും മഴയാണ്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗത്തേക്ക് അധികമല്ല, പക്ഷെ ആ ഭാഗത്തേക്ക് ഭയങ്കര കോഴിക്കോട് ഭാഗത്തേക്ക് പെരും മഴയെന്ന് വന്ന് എന്ന് വെച്ചാൽ ഒരു 1-2-3 ആഴ്ച ആയി പോയി എന്നിട്ട് എന്താ മഴൻ്റെ ശക്തി. നമ്മൾ അങ്ങനെ ബീച്ചിലെത്തിട്ടോ. ബീച്ചിൽ കറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ബീച്ചിൽ കറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര മഴയാണ്. പിന്നെ കോട്ടൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇറങ്ങാം. നമ്മൾ പിന്നെ കോട്ടിട്ടാലും നമുക്ക് കോട്ടിടാം, പക്ഷേ മക്കൾക്ക് കോട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയില്ല, നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് ആയിക്കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നമ്മളൊരു ചായയും കല്ലുമ്മക്കായൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച് നിർത്തേണ്ടത്. പക്ഷെ ഭയങ്കര മഴയാണ്, ഭയങ്കര തിരയാണ്. തിര വെച്ചാൽ ഭയങ്കര തിരയാണ്. ഏത് തിരയാണെങ്കിലും ബീച്ചിൽ ഏത് മഴയാണെങ്കിലും ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാൻ പോലും സ്പേസില്ല. അമ്മാതിരി ആൾക്കാരാണ് ബീച്ചിൽ. ഇതൊരു സൺഡേ പോയ വ്ളോഗ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സൺഡേ അല്ലാണ്, പക്ഷെ അന്ന് ഭയങ്കര തിരക്കിയിരുന്നു കേട്ടോ. മഴയും വെയിലൊന്നും ആൾക്കാർക്ക് വിഷയമല്ല. ഫുള്ള് വണ്ടി നിർത്താൻ പോലും സ്പേസ് ഇല്ല അവിടെ, അത്രയും ആൾക്കാരാണ്. മഴ കൊണ്ട് ബീച്ച് ആസ്വദിക്കണം എന്നില്ലോർക്ക് ആ സമയത്ത് പറ്റും, പക്ഷെ നമുക്കത് പറ്റില്ല. നമുക്ക് മഴ കൊള്ളുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞു മക്കളെയും കൊണ്ട് പറ്റും. അവർക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ബീച്ചിൽ അധികം നേരം നിന്നിട്ട് കാര്യമെല്ലാം മനസ്സിലായപ്പോൾ നമ്മൾ നേരെ ലുലു മാൾക്ക് വിട്ടു കേട്ടോ. പിന്നെ ലുലു മാളിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത്, കുറച്ച് സാധനം പറഞ്ഞാൽ കാര്യമായിട്ട് ഡയപ്പർ പർച്ചേസ് ചെയ്യാനാണ് പോണത്. കാരണം അങ്ങനത്തെ മാളുകളിലൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടാവും പമ്പേഴ്സിനൊക്കെ. നമ്മൾ കുറേ അപ്പം കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഫ്രൂട്ട്സൊക്കെ അവിടുത്തെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ വാങ്ങി നമ്മൾ പോന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ എടുത്തുക്കണം അധികം. അപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ബില്ലിങ്ങിൽ ഇന്നപ്പോൾ ഓല ഉണ്ടാവും ട്രോളിയിൽ ഇരുത്തി വയ്ക്കുന്ന പോലെ ഉണ്ടാവും. ഇത് ഓൻ്റെതല്ല പെൻ്റെതാണ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഹാമിസ് മോന് വാങ്ങാണ്. ഇത് ഇൻ്റെതാണ്, ഇത് ഓൻ്റെതല്ല പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചാണ്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, മക്കളിങ്ങനെ തല്ലുവിടുന്ന കാണുമ്പോൾ ഒരു രസമല്ലേ, ചെറിയ മക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ കാണും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെ വണ്ടി തിരഞ്ഞ് നമ്മൾ പോയി. പിന്നെ നമ്മൾ നേരെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു 11 മണി 11:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.